ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് തന്ന് നമ്മളിപ്പം പേപ്പറിനകത്താണെങ്കിലും എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തമാവുന്നില്ല, അല്ലെങ്കിൽ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അത് പിടിച്ച് അങ്ങനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റപ്പാണ്. അടുത്ത വട്ടം വീഡിയോ ഇടുമ്പോൾ കുറച്ചും കൂടി ഞാൻ വീഡിയോ എൻ്റെ സൈഡിൽ വീഡിയോ കൂടി ഓൺ ആക്കാം. ഇന്ന് ഞാൻ അത്ര വീഡിയോ ഒക്കെ അത്ര കോൺഫിഡന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, പനിയൊക്കെ ആയി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമ്മൾ 100 ഡേ ചലഞ്ചിൽ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 ഡേ ചലഞ്ചിൽ നമ്മളിപ്പം സെപ്റ്റംബർ 22-നാണ് നമ്മൾ തുടങ്ങിയത്. അതിപ്പോ 10 ദിവസമായിട്ടുണ്ട്, 10 ഡേയ്സ് ആയിട്ടുണ്ട്. 10 ഡേയ്സ് ആയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടെ പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് തൊട്ട് നമ്മൾ കൂടെ അങ്ങ് പോവുക. എന്നിട്ട് നമ്മളിപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുമല്ലോ. എന്നിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ പോവുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളെല്ലാവരും തീരുമ്പോൾ ഒരു 10 ഡേ എക്സ്ട്രാ ആയിട്ട് പഠിച്ച് നിങ്ങൾ 100 ഡേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. അതിനൊക്കെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGSന്റെ സിലബസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞു അതെന്താ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആദ്യമേ നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പം ബിഗിനർ ആവുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിയാം, ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നുള്ള ആൾക്കാർ ഞാൻ ബിഗിനർ ആവുന്ന രീതിയിൽ പഠിക്കുക. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. എല്ലാവരും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ 10 ദിവസം ഇപ്പൊ കഴിഞ്ഞു. അതായത് എന്ത് കഴിഞ്ഞു, ഒരു 10% കഴിഞ്ഞു അല്ലെ. 100 ദിവസത്തിന് ഒരു 10% ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്താണ് തന്നെ മുമ്പോട്ട് പോവാം. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത് സെപ്റ്റംബർ 22 തൊട്ട് ഇന്ന് വരെയുള്ള 2 ആയി പോയി, കുഴപ്പമില്ല. ഇന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അത് എല്ലാം ഒന്നും കവർ ചെയ്ത് വരത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ, പക്ഷെ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും റിലേറ്റ് ചെയ്യാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, വന്ന് അടുത്തിരിക്കുക, ഇത് എഴുതിയെടുക്കുക. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഞാൻ കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവൂ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇതൊരു കളർ കണക്കാണ് എടുത്തത്. ഈ ബോൾഡ് ലെറ്റേഴ്സിലെ പല കളറിലാണ് കൊടുത്ത് എടുത്തത്. പക്ഷേ എനിക്ക് ആ പ്രിന്റ് എടുത്തപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയി. PDF ഷെയർ ചെയ്യാൻ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം കളർ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണുമല്ലോ. നോട്ട് എഴുതിയെടുത്ത് പഠിക്കുവാണെങ്കിൽ ഇപ്പൊ ഞാനിത് എഴുതിയതാ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെങ്കിൽ കുറച്ചും കൂടി എന്താ ഒന്ന് റിലേറ്റ് ചെയ്യാനും എനിക്ക് പഠിക്കാനും പറ്റി. അതൊക്കെ നിങ്ങളൊന്ന് കൂടെ എന്താ എഴുതി പോവാം. സെറ്റാണ്. അപ്പൊ നോക്കിയോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 വയോസേവന പുരസ്കാരം. വയോസേവന പുരസ്കാരം. വയോസേവന പുരസ്കാരം എന്ന് പറയുന്നത് എന്താ? വയോജനങ്ങളെ സേവിക്കുന്നു, അതല്ലേ പറയുന്നത് വയോസേവന പുരസ്കാരം. ഇങ്ങനൊരു പുരസ്കാരം കൊടുത്തു തുടങ്ങുവാണ്. അത് ഏർപ്പെടുത്തിയത് സാമൂഹ്യ നീതി വകുപ്പ്, അതായത് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പം വെൽഫെയർ ആക്ടിവിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ October 1 നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പീപ്പിൾ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പീപ്പിൾ എന്ന് പറയുന്നത് October 1, October 1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആയിരിക്കാം ഗാന്ധിജി അപ്പൂപ്പന്റെ തൊട്ട് മുമ്പിൽ October 1, ഗാന്ധിജി October 2, ഇത് October 1. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പീപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ October 1. ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വയോസേവന പുരസ്കാരം? അത് ബാക്കി നമുക്കറിയാം. എന്താ? ടു ഓണർ സീനിയർ സിറ്റിസൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്കിംഗ് ഫോർ എൽഡർലി വെൽഫെയർ. വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും അതിനൊക്കെ തന്നെ അങ്ങനത്തെ സീനിയർ സിറ്റിസൺസിനെയും ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുരസ്കാരം. അപ്പൊ അതിനുവേണ്ടി വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക്, അല്ലെങ്കിൽ വൃദ്ധജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഒരു എന്താ വേണ്ട, അവർക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അവർ എന്ത് ചെയ്യും, കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിരിക്കും. അതിനൊക്കെ സീനിയർ സിറ്റിസൺസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഓണർ ചെയ്യുന്നുണ്ട്. ഇനി എത്ര രൂപയാണ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ, 1 lakh rupees. അതാണ് അത് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പം അവാർഡ് കിട്ടിയ 2 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ സ്വന്തം ഷീല, ചലച്ചിത്ര താരമാണെന്ന് അറിയാവുന്നത്. പിന്നെ രണ്ടാമത് PK മേദിനി, ഗായികയാണ്, അതും അറിയാം. PK മേദിനി ഗായികയാണ്, ഷീല ചലച്ചിത്ര താരം. ഇവർക്ക് രണ്ടുപേർക്കാണ് ആജീവനാന്ത സംഭാവനയ്ക്കായിട്ട് ഈ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും പറഞ്ഞില്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയേ, ഒരു മിനിറ്റ്, അത് നമ്മൾ
അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോക്കിയേ. നമുക്ക് എനിക്ക് ഇച്ചിരി പരിചയക്കുറവുണ്ട് കേട്ടോ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. നമുക്ക് പതുക്കെ പതുക്കെ ശരിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നേ റെക്കോർഡ് ചെയ്തേണ്ടി വരും. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഗ്രാമപഞ്ചായത്താണ്? ഒളവണ്ണ. കോഴിക്കോട് ഒളവണ്ണയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. കാണുന്നുണ്ടോ? മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒളവണ്ണയാണ്. കോഴിക്കോട് ഒളവണ്ണയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. എഴുതിയെടുത്തോണേ. അത് വെക്കണേ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് മാനന്തവാടിയാണ്. വയനാട്ടിലെ മാനന്തവാടിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, ഗ്രാമം ഒളവണ്ണ. കോഴിക്കോടിലെ ഒളവണ്ണ എന്ന് പറയുന്ന ഗ്രാമം. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മാനന്തവാടി, വയനാട്ടിലെ മാനന്തവാടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അതൊക്കെ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് ഈ അവാർഡിന് അർഹരായ ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയല്ലേ. ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മാനന്തവാടിയാണ്, വയനാട് മാനന്തവാടി ബ്ലോക്കാണ്. ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്കും ഒളവണ്ണയാണ്, കോഴിക്കോട് ഒളവണ്ണയാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കണം, മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? മികച്ച മുനിസിപ്പാലിറ്റി ഏതാ വരുന്നത്? മികച്ച മുനിസിപ്പാലിറ്റി നെടുമങ്ങാട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി. മികച്ച കോർപ്പറേഷൻ ഏതാ? കൊച്ചി. മികച്ച കോർപ്പറേഷൻ കൊച്ചി. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി. ഒളവണ്ണ എവിടെയാ? കോഴിക്കോട്. മാനന്തവാടി എവിടെയാ? വയനാട്. ജില്ലാ പഞ്ചായത്ത് എവിടെയാ? കാസർഗോഡ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാ? നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി. ജില്ലാ പഞ്ചായത്ത് ഏതാ? കാസർഗോഡ്. മുനിസിപ്പാലിറ്റി ഏതാ? നെടുമങ്ങാട്. മികച്ച കോർപ്പറേഷൻ കൊച്ചി. കൊച്ചി കോർപ്പറേഷൻ. ക്ലിയർ ആണല്ലോ. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാ? ഒളവണ്ണ. അതെവിടാ? കോഴിക്കോട്. മാനന്തവാടിക്ക് എന്താ പ്രത്യേകത? ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. മുനിസിപ്പാലിറ്റി നെടുമങ്ങാട്. മികച്ച കോർപ്പറേഷൻ കൊച്ചി. മറന്നു പോവോ? പോലെ. അടുത്തത് 2025 സെപ്റ്റംബറിൽ തായ്വാൻ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ നാശം വിതച്ച കൊടുങ്കാറ്റ്. ഒരു കൊടുങ്കാറ്റ് എവിടേക്കാ? തായ്വാനിലും ഹോങ്കോങ്ങിലും ഫിലിപ്പീൻസിലും ദക്ഷിണ ചൈനയിലും സൗത്ത് ചൈനയിലും എന്താ നാശം വിതച്ചു. അത് ഏത് കൊടുങ്കാറ്റാണ്? സൂപ്പർ ടൈഫൂൺ ഡ്രാഗസ. ഓക്കെ, സൂപ്പർ ടൈഫൂൺ ഡ്രാഗസ. സൂപ്പർ ടൈഫൂൺ ഡ്രാഗസ. ആ പേരൊന്ന് രണ്ടു മൂന്ന് വട്ടം വായിച്ച് പഠിക്കണം കേട്ടോ. സൂപ്പർ ടൈഫൂൺ. ടൈഫൂൺ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ടൈഫൂൺ ഡ്രാഗസ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ. വിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിച്ച മാതാപിതാക്കളുടെ കുട്ടികൾക്ക് എന്താ കരുതൽ ഒരുക്കാൻ 2025 സെപ്റ്റംബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്ര. സുരക്ഷാമിത്ര, അവരുടെ കാര്യം സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഹൃത്ത്. സുരക്ഷാമിത്ര. ഓക്കെ. പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് കരുതൽ ഒരുക്കാൻ 2025 സെപ്റ്റംബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്ര. പഠിച്ചിട്ടുണ്ടല്ലോ സുരക്ഷാമിത്ര. അവസാനം അതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുവേ. അടുത്ത് നോക്കിയോ. 2025 സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബർ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ പരീക്ഷ രാജ്യം. ഇത് എളുപ്പമാണ്, ഇത് പഠിക്കേണ്ട സംഭവമാണ്. പിന്നെ കാരണം കുറെ വട്ടം റിപ്പീറ്റ് ആയിട്ട് പല സോഴ്സിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. 2025 സെപ്റ്റംബർ നമ്മൾ ഈ മാസത്തില് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ, അതാണ് റെയിൽ ഡിപ്പെൻഡന്റ് മൊബൈൽ ലോഞ്ചർ, RDML എന്ന് പറയുന്നത്. ഓക്കെ, RDML നിന്ന് ഏത് മിസൈലാണ് പരീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി പ്രൈം ആണ്. നമ്മുടെ അഗ്നി മിസൈൽസിനെയൊക്കെ മാറ്റിയിട്ടാണ് അഗ്നി പ്രൈം വന്നേക്കുന്നത്. അഗ്നി പ്രൈം മിസൈൽ വന്നത് ബാക്കി നമ്മുടെ നമ്മുടെ നിർമ്മിത ഇന്ത്യ എന്ന രാജ്യമാണ് പരീക്ഷിച്ചത്. അഗ്നി പ്രൈം എന്ന മിസൈല്. RDML എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ അധിഷ്ഠിത മൊബൈൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ എന്താ റെയിൽ അധിഷ്ഠിത, നമുക്ക് റെയിൽ പാളത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിൽ റെയിൽ അധിഷ്ഠിത മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിനെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ള ലോഞ്ചിൽ നിന്ന് അഗ്നി പ്രൈം മിസൈലാണ് പരീക്ഷിച്ചത്. ഏത് രാജ്യം? ഇന്ത്യ. 2025 സെപ്റ്റംബറിൽ നടന്ന ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ എഴുത്തുകാരിയായ കിരൺ ദേശായിയുടെ നോവൽ. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബുക്കർ പ്രൈസിനെ കുറിച്ച് നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബുക്കർ പ്രൈസിന് അന്തിമ പട്ടികയിൽ ഇടം നേടിയ എഴുത്തുകാരിയാണ് കിരൺ ദേശായി. കിരൺ ദേശായിയുടെ അങ്ങനെ ആ അന്തിമ പട്ടികയിൽ ഉൾപ്പെടാൻ കാരണമായ ബുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിരൺ ദേശായി നേരത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവാർഡ്. ഇപ്പം എന്തിനാ അന്തിമ പട്ടികയിൽ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോൺലെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന ബുക്ക് എഴുതിയാനാണ്. ലോൺലിനെസ് ഒറ്റപ്പെടൽ. ആരുടെയൊക്കെയാ? സോണിയുടെയും സണ്ണിയുടെയും ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഏകാന്തത. ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നാണ് അതിന്റെ പേര്.
അടുത്ത നോക്കി നമ്മൾ ബുക്ക് പ്രൈസ് കുറച്ച് കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബുക്ക് പ്രൈസ് ഫോർ ഫിക്ഷൻ എന്നാണ് അത്. ബുക്ക് പ്രൈസ് ശരിക്കും അറിയപ്പെടുന്നത് നമ്മൾ ബുക്ക് പ്രൈസ് എന്ന് പറയുന്നേ ഉള്ളൂ. ഫുൾ ആയിട്ട് പറയേണ്ടത് എന്താ, ദ ബുക്ക് പ്രൈസ് ഫോർ ഫിക്ഷൻ എന്നാണ്. അവാർഡ് എല്ലാ വർഷവും കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ നോവൽ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ എഴുതിയ നോവലിനാണ് കൊടുക്കുന്നത്. UK-യിലോ അയർലൻഡിൽ പബ്ലിഷ് ചെയ്യുന്ന നോവലിനാണ് കൊടുക്കുന്നത്. UK-യിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ എഴുതിയ നോവലിനാണ് ബുക്ക് പ്രൈസ് ഫോർ ഫിക്ഷൻ കൊടുക്കുന്നത്. ഇത് തുടങ്ങിയതെന്നാണ് അറിയാവോ? 1969. പഠിക്കണം കേട്ടോ. 1969 എന്ന് പറഞ്ഞേ. 1969 എന്നോട് പറഞ്ഞേ. 1969. അപ്പം ആർക്കാ ഇപ്പം ബുക്ക് പ്രൈസിന് എന്ത് വീണേക്കുന്നത് നോമിനേഷൻ അല്ലെങ്കിൽ അദ്ദേഹം പറ്റിൽ വന്നതാരാ? കിരൺ ദേശായി. ബുക്കിന്റെ പേരെന്തുവാ? ലോൺലിനെസ് ഓഫ്, ആരുടെ പേരെന്തൊക്കെയായിരുന്നു? സോണിയയും സണ്ണിയും കേട്ടോ. ലോൺലിനെസ് ഓഫ് സോണി ആൻഡ് സണ്ണി. ബുക്ക് പ്രൈസ് തുടങ്ങിയ വർഷം എന്താ? 1969. ഓക്കെ, ക്ലിയർ ആണല്ലോ. അഗ്നിഭയ മിസൈൽ പരീക്ഷ രാജ്യത ഇന്ത്യ. പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് കരുതൽ ഒരുക്കാൻ സെപ്റ്റംബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാ? പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സുരക്ഷ മിത്ര. ഓക്കെ, പിന്നെ നമ്മുടെ തായ്വാനിലൊക്കെ അടിച്ച കാറ്റിന്റെ പേരെന്താ? സൂപ്പർ ടൈഫൂൺ രഗസ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ 1916 ബുക്ക് പ്രൈസ് എന്ത് ചെയ്തത്? കൊടുത്തു തുടങ്ങിയത്. ഇനി ലഭിച്ച ആദ്യ നമ്മുടെ ആദ്യമായിട്ട് ബുക്ക് പ്രൈസ് കിട്ടിയ ഇന്ത്യൻ ആരാന്നറിയാവോ? അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയുടെ ബുക്കിന്റെ പേരാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അദ്ദേഹത്തിന്റെ അമ്മ നമ്മൾ കോട്ടയം അയ്മനം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കോട്ടയം അയ്മനമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങിയത് 1969 അരുന്ധതി റോയ്ക്കാണ്. 1997 കിട്ടിയത്. 1997 ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന് നമ്മുടെ അരുന്ധതി റോയ്ക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കൂടി പഠിക്കാം, എന്നിട്ട് അടുത്തത് നോക്കാം. ഓക്കെ, സോറി, ഇതെന്റെ പേപ്പർ. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പശ്ചാത്തലം എവിടെ? അയ്മനം, കോട്ടയത്തെ അയ്മനമാണ് അതിന്റെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ അരവിന്ദ് അഡിഗയുടെ പുസ്തകത്തിന് 2008 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അരവിന്ദ് അഡിഗയുടെ പുസ്തകം ഏതാണെന്ന് ചോദിക്കും. ദ വൈറ്റ് ടൈഗർ ആണ് അദ്ദേഹത്തിന്റെ കൃതി. ദ വൈറ്റ് ടൈഗർ. ഓക്കെ, അത് കണക്കാണ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ബുക്കർ ഓഫ് ബുക്കർ കിട്ടിയത്. ഈ 25 വർഷത്തോളം നമ്മൾ ഏറ്റവും മികച്ചതായിട്ടിരിക്കുന്ന പുസ്തകത്തിന് കൊടുക്കുന്നതാണ് ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന് പറയുന്നത്. അത് കിട്ടിയത് ഈ പേരുകളൊക്കെ ഒരുപാട് പഠിച്ച് PSC പഠിച്ചവർക്ക് അറിയാം. ഒരുപാട് കേട്ട് പോലുള്ള ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാർക്ക് ഇതൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ പണ്ട് പഠിച്ചുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതറിയാം എന്ന രീതിയിൽ പോകും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് റിലേഷന് വേണ്ടിയിട്ട് മാത്രം ഇട്ടേക്കുന്നത്. കറണ്ട് അഫയേഴ്സ് അല്ല, പണ്ടത്തെ കാര്യം ഒന്ന് ബുക്ക് പ്രൈസ് വന്നപ്പം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളേ. അപ്പൊ 1981 മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന പുസ്തകത്തിനാണ് ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന അവാർഡ് സൽമാൻ റുഷ്ദി കിട്ടിയത്. മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രൻ സ്പെല്ലിംഗ് അവിടെ തെറ്റാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. കിരൺ ദേശായിക്ക് ഇപ്പം 2006 കിട്ടി. ഇപ്പം നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ വന്നു പറയില്ലേ, 2006 കിട്ടുണ്ടായിരുന്നു. ആ ബുക്കിന്റെ പേരാണ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ക്ലിയർ ആണല്ലോ. അടുത്ത ദിവസം നോക്കിയോ. മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട സംസ്ഥാനം. മഹി ബൻസ്വര ആണവ നിലയ പദ്ധതി. ആണവ നിലയ പദ്ധതി അത് ഏത് രാജ്യത്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. മഹി ബൻസ്വര രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. മഹി ബൻസ്വര കൂടെ പറഞ്ഞു പിടിക്കണം. മഹി ബൻസ്വര രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ് എന്നാ പറയുന്നത്. MB റാപ്പ് കേട്ടാ. മഹി ബൻസ്വര രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. അടുത്തൊക്കെ 2020 സെപ്റ്റംബറിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. അത് നടന്നത് സുബ്രോട്ടോ കപ്പ് എന്നാ പറയുന്നത്. സുബ്രോട്ടോ കപ്പ്. ഈ സുബ്രോട്ടോ കപ്പ് നേടിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമാണ്. സുബ്രോട്ടോ കപ്പ് നേടിയത് കേരളമാണ്. നമുക്ക് അഭിമാന നിമിഷമാണ്. ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് സുബ്രോട്ടോ കപ്പ്. ഓക്കെ, അത് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സുബ്രോട്ടോ കപ്പ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് വെച്ചാൽ ആർച്ചറി പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ആർച്ചറി അറിയാമല്ലോ, അതിന്റെ പ്രീമിയർ ലീഗ്, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ വെച്ചാൽ രാംചരൺ ആണ് കേട്ടോ. രാംചരൺ.
അപ്പൊ 2025 സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാം ചരൺ. ക്ലിയർ ആണല്ലോ. അപ്പം സുബ്രോട്ട കപ്പ് ആരാ നേടിയത്? കേരളമാണ് നേടിയത്. പിന്നെ മഹി ബൻസുര രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ് നരേന്ദ്രമോദിയാണ് അതിന് തറക്കല്ലിട്ട്. ഒരു 6 വർഷം എടുക്കും കേട്ടോ അത് ഫോമായി വരാനൊക്കെ. ഇപ്പോഴും ആവത്തില്ല. അത് ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നേ ഉള്ളൂ. തറക്കല്ലിട്ടതിന്റെ കാര്യം പഠിച്ചാൽ മതി. ഇനി അടുത്ത 2020 സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി അവാർഡ് നേടിയത് KG യേശുദാസ് ആണ്. MS സുബ്ബലക്ഷ്മി അവാർഡ് നേടിയത് KG യേശുദാസ് ആണ്. അതാണ് കലൈമാമണി പുരസ്കാരം നേടിയത് ശ്വേതാ മോഹനാണ്. അറിയാലോ ശ്വേതാ മോഹനൻ. അപ്പൊ ജസ്റ്റ് അവൻ നോക്കി വെച്ചേക്കാം. MS സുബ്ബലക്ഷ്മി അവാർഡും കലൈമാമണി പുരസ്കാരം നേടിയത് ശ്വേതാ മേനോനാണ്. കലൈമാമണി പുരസ്കാരം നേടിയത് MS സുബ്ബലക്ഷ്മി അവാർഡ് നേടിയത് KG യേശുദാസ് ആണ്. KG യേശുദാസ്, ശ്വേതാ മോഹൻ. ശ്വേതാ മേനോൻ എന്നാണ് പറഞ്ഞല്ലോ. ശ്വേതാ മോഹൻ എന്നല്ലേ? ഇനി പോയില്ലല്ലോ. ശ്വേതാ മോഹൻ അറിയാലോ. KJ യേശുദാസ്, ശ്വേതാ മോഹൻ. മറന്ന പോലെ 2025 ഇന്ത്യയിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ നേതൃത്വത്തിൽ ഇവര് മൂന്നോട് ചേർന്നിട്ട് സംയുക്ത അഭ്യാസം നടത്തുമല്ലോ. അത് നടക്കാനിരിക്കുന്ന അഭ്യാസത്തിന് പറയാൻ പിന്നെ അതിന്റെ പേരുണ്ട് കോൾഡ് സ്റ്റാർട്ട് എന്നാണ് പേര്. കോൾഡ് സ്റ്റാർട്ട് 2025 ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന സംയുക്ത അഭ്യാസമാണ് കോൾഡ് സ്റ്റാർട്ട്. ഓക്കെ, കോൾഡ് സ്റ്റാർട്ട് മറന്നുപോലെ. ഇനി അടുത്ത ബാലൻഡിയോർ 69th ആനുവൽ സെറമണി റെക്കഗ്നൈസിംഗ് ബെസ്റ്റ് ഫുട്ബോളർ ഇൻ ദ വേൾഡ് ബെസ്റ്റ് ഫുട്ബോളിന് കൊടുക്കുന്ന ബാലൻഡിയോർ പുരസ്കാരം എത്രാമത്തെ? 69ാമത്തെ 69th ബാലൻഡിയോർ പുരസ്കാരം 69th. അതായത് മികച്ച പുരുഷതാരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസ്മാൻ ഡെംബലാണ്. ഡെംബെൽന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഡിംബെൽന്നോ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നതിൽ പ്രൊണൗൺസിയേഷൻ ഒരു കാര്യമില്ല. ജസ്റ്റ് നിങ്ങളെ പേര് ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കാം. ഫ്രാൻസിലാണ് മികച്ച പുരുഷതാരം ആരാ? ഓസ്മാനി ഡിംബെലാണ്. ഓക്കെ, അതിനൊക്കെ വനിതാ താരം ഐറ്റാന ബോൺമാട്ടി സ്പെയിൻകാരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ബാലൻഡിയോർ പുരസ്കാരം മുമ്പ് കിട്ടിയതും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് എളുപ്പമായിരിക്കും പഠിക്കാൻ, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കി ഒന്ന് റിവൈസ് വെച്ചേക്കണം കേട്ടോ. ബാലൻഡിയോർ പുരസ്കാരം എത്രാമത്തെ? 69ാമത്തത്. ഓക്കെ, അടുത്ത് നോക്കിക്കോ. ഇനി നമ്മൾ നോക്കുന്നത് ഡോക്ടർ K ആശ രചിച്ച മാധവക്കുട്ടിയുടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മാധവക്കുട്ടി കടലിന്റെ നിറങ്ങൾ. ഇത് ആര് രചിച്ച? ഡോക്ടർ K ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രമാണ് എന്ത്? മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബറിൽ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയയാണ് പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ കേട്ടോ. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ. ഓക്കെ. ഇനി അപ്പൊ നമുക്കിപ്പം കോൾഡ് സ്റ്റാർട്ട് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ. കോൾഡ് സ്റ്റാർട്ട് എന്തായിരുന്നു? കോൾഡ് സ്റ്റാർട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സംയുക്ത അഭ്യാസമാണ്. പിന്നെ സുബ്രോട്ട കപ്പ് നമുക്കറിയാം. രാജസ്ഥാൻ മഹി ബൻസര രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. പിന്നെ നമ്മുടെ ബുക്ക് പ്രൈസിന് കാര്യം കിരൺ ദേശായിയുടെ കാര്യം നമുക്കറിയാം. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന ബുക്ക് 2006 എഴുതിയ ഇപ്പൊ ഏത് ബുക്കാ? എന്തായിരുന്നു? ലോൺലെസ് ഓഫ് സണ്ണി ആൻഡ് സുനിയൻ. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് ലാസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യനോട് നോക്കാം. സോണി ആൻഡ് സണ്ണി കേട്ടോ. ലോൺലെസ് ഓഫ് സോണി ആൻഡ് സണ്ണി. അതുപോലെ സൂപ്പർ ടൈഫോൺ രാഗസ. നമ്മൾ ഈ എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് എന്താ വേണമെന്ന് അറിയാവോ? ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓർക്കണം. അയ്യോ അതെന്തുവായിരുന്നു, എന്താ പറഞ്ഞത്, അങ്ങനെ മനസ്സിലായി. നമ്മൾ ചുമ്മാ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നേന്നൊന്ന് ഇപ്പൊ ഒരു 10 വട്ടം വായിക്കുന്നതാണ് കാര്യം റിവിഷൻ എന്ന് പറഞ്ഞാൽ. റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ ഇപ്പം പേര് സോണിയ ആൻഡ് സണ്ണി, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടിയില്ല. അപ്പൊ ഞാൻ അതിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തെറ്റിപ്പോയത് എന്തായിരുന്നു? സോണിയ സണ്ണി. ഞാൻ വേറെന്തോ വിചാരിച്ചത്. അപ്പൊ സോണിയ ആൻഡ് സണ്ണി എന്ന പേര് എനിക്ക് മനസ്സിൽ മാറത്തില്ല. മനസ്സിലായി. ചില വീണ്ടും കൺഫ്യൂഷൻ വരും, വീണ്ടും എടുത്ത് നോക്കും. അപ്പൊ അതങ്ങ് മനസ്സിൽ തറയ്ക്കും. അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം അമേരിക്ക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ, അപ്പൊ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ 26 മെഡൽ അമേരിക്ക കിട്ടി. നമുക്ക് മെഡലൊന്നും കിട്ടില്ല കേട്ടോ. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് കണ്ണടച്ചെഴുതാം ലാലേട്ടൻ മോഹൻലാൽ. ഇന്ത്യൻ സിനിമാ മേഖലയിൽ പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. പിന്നെ വർഷം കൊണ്ടുപോയി തെറ്റിക്കരുത്. 2025 ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതൊന്നും വിചാരിച്ച് മനസ്സിൽ വെച്ചേക്കരുത്. 2023 അവാർഡാണ് ഇപ്പൊ കിട്ടിയത്. 2023 തിരിഞ്ഞു പോലെ. ഓക്കെ,
ഈ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യ മലയാളി ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണൻ. 2004 അദ്ദേഹത്തിന് കിട്ടിയത്. 2025 അപ്പൊ അത് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി 2025 സെപ്റ്റംബറിൽ UN അമേരിക്കൻ സ്ഥാനാപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് വാൾസ്. അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. 2020 നിങ്ങൾ നോക്കി എഴുതിക്കും. 2025 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സ്മൃതി മന്ദാന. ഓക്കെ. 2020 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റില് ഒരു ഇന്ത്യൻ താരത്തിന് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരം, പെട്ടെന്ന് സെഞ്ചുറി അടിച്ച് ആരാ? സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം അർഷ്ദീപ് സിംഗ് ആണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം, 100 വിക്കറ്റ്, അർഷ്ദീപ് സിംഗ്. 2026 ഓസ്കാർ പുരസ്കാരത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ഹോം ബൗണ്ട് എന്ന സിനിമ. ക്ലിയർ ആണല്ലോ. പിന്നെ ഹോം ബൗണ്ട് എന്ന സിനിമ പറ്റുമെങ്കിൽ കാണുക, നല്ല സിനിമയാണ് എന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല, സോറി. അപ്പൊ ഹോം ബൗണ്ട് എന്ന സിനിമയാണ് നമ്മുടെ ഹിന്ദി ചിത്രമാണ് എന്താ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സെറ്റാണ്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഞാൻ ഇത് എടുത്ത് നമ്മുടെ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ കിട്ടും. എല്ലാ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാട് ചാനലുകാർ ചെയ്തിരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതിയെടുത്ത സംഭവങ്ങളാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തന്നെ യൂട്യൂബ് ക്ലാസ്സിൽ നിന്നും അതൊക്കെ പഴയ എന്തെങ്കിലും ഇതൊക്കെ നോക്കുമ്പോഴേ അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതൊക്കെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഞാൻ തൊഴിൽ വാർത്തയിൽ ഞാൻ ഈ വട്ടം നോക്കിയിട്ടില്ല. തൊഴിൽ വാർത്തയിലും കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഈ മെത്തേഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ പഠിച്ച മൊത്ത കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ഹോം ബൗണ്ട് എന്ന ചിത്രം എന്താണെന്ന് അറിയാം. ഔദ്യോഗിക എൻട്രി ആയിരുന്നു. അർഷ്ദീപ് സിംഗിന് 100 വിക്കറ്റ്, ഇന്ത്യൻ താരം 2020 ഫസ്റ്റ് 100 വിക്കറ്റ് കിട്ടിയ അർഷ്ദീപ് സിംഗ്. സ്മൃതി ബന്ദാന എന്താ പെട്ടെന്ന് സെഞ്ചുറി അടിച്ചു. മൈക്ക് വോൾസ് എന്താണ് യുഎനിലെ അമേരിക്കൻ സ്ഥാനാപതിയായിട്ട് എന്തുവാ UN കേട്ടോ, UN ആണ് എന്ന് പറയുന്നത്. UN അമേരിക്കൻ സ്ഥാനാപതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് മൈക്ക് വോൾസിനെയാണ്. പിന്നെ അതിലൊക്കെ തന്നെ നമ്മുടെ 2023 ഫാൽക്കെ അവാർഡിന്റെ കാര്യം നോക്കണം. പിന്നെ അമേരിക്ക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്ക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് പെട്ടെന്ന് സമ്മറി ആയിട്ട് വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് തോന്നിയിട്ടുണ്ട്, ഇത് ചെയ്ത് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു തോന്നുകയാണെങ്കിൽ പറയാം. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇനി എടുക്കാൻ ശ്രമിക്കാം. അതാകുമ്പോൾ നമുക്ക് SRT ക്ലാസ് ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. വോയിസും ക്ലിയർ ആണ്, എല്ലാം ഓക്കെയാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. സെറ്റാണ്. അപ്പൊ ഇത് പഠിച്ചിട്ട് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ക്വിസ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ മാർക്ക് എനിക്കറിയണം. ചിലപ്പോൾ ഞാൻ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിടുമായിരിക്കും. അത് കറക്റ്റ് ഉത്തരം എഴുതിയിട്ട് എനിക്ക് അയക്കണം. ഓക്കെ. അപ്പൊ എത്ര മാർക്ക് കിട്ടി നമുക്ക് നോക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഞാനത് ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തു തരാം. അല്ലാതെ യൂട്യൂബിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള വഴി എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും വഴി അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പം എല്ലാവരും നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ കമ്പനി ബോർഡ് LGSന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഇനി ബെവ്കോയും VFO ഒക്കെ ഇടയ്ക്ക് വരും. പക്ഷെ നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ സിലബസ് പഠിച്ചു പോകാം. എന്നിട്ട് അതിന്റെ കൂടെ മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ പോകുന്ന മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ 100 ഡേ ചാലഞ്ച് ചെയ്യുന്നതൊക്കെ തന്നെ ചെയ്തു പോകും. അതാകുമ്പോൾ LDCയുടെ ആണെങ്കിലും VFO ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും നമുക്ക് ബേസ് ഇട്ട് പോകാം. നമുക്ക് പതുക്കെ കൊണ്ട് നമുക്ക് എന്തായാലും 2 വർഷത്തിനുള്ളിൽ എല്ലാവരും ജോലി കയറണം. ക്ലിയർ ആണല്ലോ. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ജോലി കയറും, അത് ഉറപ്പാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.